അപ്സര എവിക്റ്റ് ആവുന്ന ആ ഒരു സമയം ജിൻഡോയെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് പുള്ളി അപ്സരയോട് സോറി അപ്സര എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്സരയുടെ എവിക്ഷൻ പുള്ളിക്കാരി പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ആയിരുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഷോക്ക്ഡ് ആയിട്ടാണ് അപ്സര വീട് വിട്ട് ഇറങ്ങിയത്. അപ്പൊ ആ ഒരു കൂട്ടത്തില് ജിൻഡോയുടെ ഒരു അപ്പോളജിയും കൂടി ആയപ്പോ അപ്സര ആകെ ഞെട്ടിപ്പോയി എന്നിപ്പോ ലൈവിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാ ജിൻഡപ്പ എന്നോട് സോറി പറഞ്ഞത് അന്ന്? ഞാൻ ആകെ ഞെട്ടി ഇല്ലാതായി പോയി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അപ്സര പറഞ്ഞു. ഉടനെ ജിൻഡോ പറയുന്നുണ്ട്, അന്ന് നീ പോകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു രാത്രി നമ്മൾ തമ്മിലൊരു അടി ഉണ്ടായില്ലേ, അതുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞത് എന്ന്. ആ ഒരു വഴക്കിനെ പറ്റി നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്സരയുടെ ലാസ്റ്റ് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ജിൻഡോയുടെ ഈ ക്വാളിറ്റി, അതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. തെറ്റ് പറ്റി എന്നൊരു 1% ജിൻഡോയ്ക്ക് തോന്നിയാൽ പുള്ളി സോറി പറഞ്ഞിരിക്കും, തെറ്റ് അംഗീകരിച്ചിരിക്കും. ഇപ്പൊ ഞാൻ കുറെ കോപ്പി പേസ്റ്റുകൾ ഇങ്ങനെ കാണുന്നുണ്ട്, ജിൻഡോ കള്ളം പറഞ്ഞു, ജിൻഡോ ഉടായ്പനാണ്, ജിൻഡോ ഭാര്യ തേച്ചിട്ട് പോയി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. തെറ്റ് പറ്റിയാൽ പുള്ളി അത് അംഗീകരിക്കുന്നുണ്ടല്ലോ. അത് വേറെ ആർക്കെങ്കിലും ഈ സീസണിൽ ആർക്കും ഇല്ല ഈ ഒരു ക്വാളിറ്റി. അപ്സര ഇത് ജിൻഡോയോട് ചോദിച്ചപ്പോ തൊട്ട് ബാക്കിൽ റസ്മിനും ജാസ്മിനും കിടപ്പുണ്ടായിരുന്നു. അവരുടെ ഒരു എക്സ്പ്രഷൻ ഈ സ്ക്രീൻഷോട്ടിൽ തന്നെ കാണാമല്ലോ. എന്ത് വലിയ തെറ്റ് ചെയ്താലും അക്സെപ്റ്റ് ചെയ്യാത്ത 2 പേരാണ്. അവര് പിടിച്ച മുയലിനാണ് 100 കൊമ്പ്. അവർക്കിതൊക്കെ അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, തെറ്റ് ചെയ്താലൊക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുവോ, സോറി പറയുവോ? അത്ഭുതമുള്ള കാര്യങ്ങളാണ് അവർക്കിതൊക്കെ. ജിൻഡോയ്ക്ക് ഇത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. പുള്ളി സോറി ചോദിക്കുന്ന ഒരാളാണ്, തെറ്റ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയ ഒരാളാണ്.